വയനാട്ടിൽ വീടിനോട് ചേർന്നുള്ള ചായ്പിൽ പുലി. മേപ്പാടി മാൻകുന്ന ചേരുംകാട്ടിൽ ശിവന്റെ വീട്ടിലാണ് പുലി എത്തിയത്. വീട്ടിലെ വളർത്തുപട്ടിയെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അനഘ, റീജ ഭരതനോട് നമുക്കിപ്പം അനഘ, ഈ വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം, വയനാട്ടിൽ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതൊക്കെ നിത്യസംഭവമാണ്. ഇതിപ്പോൾ ഒരു വീട്ടിൽ തന്നെ പുലി എത്തിയിട്ടുണ്ട് അല്ലെ? വീടിന്റെ ചായ്പിൽ പുലിയെ കണ്ടെത്തിയ ഒരു സാഹചര്യം അടക്കം നിലനിൽക്കുന്നു. ഈ വനം വകുപ്പ് ഈ ഒരു വിഷയത്തിൽ എന്താണ് ഒരു നിലപാടെടുക്കുന്നത്? തീർച്ചയായും ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് സ്ഥിരീകരിച്ചത്. വനംവകുപ്പ് അധികൃതർ നിലവിലിപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും പുലിക്കായുള്ള തിരിച്ചറികൾ വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും പുലിയെ പിടികൂടാൻ വേണ്ടി കെണിയടക്കം സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, വയനാട്ടിൽ പൊതുവെ മനുഷ്യ വന്യജീവി സംഘർഷം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു മേഖലയാണ് വന്യജീവി സംഘർഷം. നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് നെൽപ്പുഴയിൽ നേരത്തെ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. തുടർന്ന് പിന്നാലെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രകാരം മേപ്പാടിയിൽ പുലിയുടെ സാന്നിധ്യം, അതായത് ഒരു വീട്ടിന്റെ ചായ്പിലാണ് പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വീടുകളിലടക്കം ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. ഏതായാലും നിലവിൽ പുലിക്കായുള്ള തിരച്ചിലുകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ശരി അനഘ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വയനാട്ടിൽ ഒരു സ്ഥലത്ത് പുലി, മറ്റൊരു സ്ഥലത്ത് കടുവ, വേറൊരു സ്ഥലത്ത് ആന, ഇങ്ങനെ വന്യജീവികളെല്ലാം കാടിറങ്ങി നാട്ടിലേക്ക് വരുന്ന അവരുടെ സ്വൈരജീവിതം നശിപ്പിക്കുന്ന വാർത്തകളാണ് നിരന്തരം വയനാട്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ പുലിയെ പിടികൂടാനുള്ള കെണിയടക്കം അവിടെ ഒരുക്കിയിട്ടുണ്ട് വനംവകുപ്പ് അധികൃതർ. ഈ വന്യജീവി ശല്യത്തിന് കാലാകാലങ്ങളായി ഒരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ഉയരുന്നു. പക്ഷേ ഇനിയും ഒരു നടപടി അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി അനഘ.